ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന പ്ലേ ആണ്. നമുക്കപ്പോൾ ബാക്കി നോക്കിയാലോ. അടുത്ത് ജോസഫിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഒലിവർ വേറൊരു പ്ലാൻ ഇടുന്നുണ്ട്. ഇതേ സമയം ലേഡി ടീസൽ ജോസഫിനെ കാണാനായിട്ട് ജോസഫിൻ്റെ വീട്ടിൽ പോകുന്നു. അപ്പോഴാണ് സെർവൻ്റ് അനൗൺസ് ചെയ്യുന്നത് സർ പീറ്റർ ടീസലും ജോസഫിനെ കാണാനായിട്ട് വന്നിട്ടുണ്ടെന്ന് അനൗൺസ് ചെയ്യുന്നത്. ഉടൻ തന്നെ ലേഡി ടീസൽ സ്ക്രീനിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്നു. സർ പീറ്റർ ടീസൽ ലേഡി ടീസലിനെ അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പ്രശ്നമാവും. തൻ്റെ ഭാര്യയും ചാൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് സർ പീറ്റർ ടീസൽ ജോസഫിനോട് പറയുകയും പിന്നെ മരിയയെ വിവാഹം കഴിക്കാൻ ജോസഫിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മരിയ ജോസഫിനോട് നോ പറഞ്ഞല്ലോ. മാത്രമല്ല ലേഡി ടീസൽ സർ പീറ്റർ ടീസലിനെ വഞ്ചിക്കാൻ കാരണമേ ജോസഫാണ്. ജോസഫും സർ പീറ്റർ ടീസലും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചാൾസ് അപ്പോൾ അവിടെ വരുന്നത്. അപ്പോൾ സർ പീറ്റർ ടീസൽ പെട്ടെന്ന് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ചാൾസ് പെട്ടെന്ന് അവിടെ വരുന്നത്. സർ പീറ്റർ ടീസൽ സ്ക്രീനിന് പിന്നിൽ മറിഞ്ഞിരിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ സ്ക്രീനിന് പിന്നിൽ ഒരു സ്ത്രീയെ പീറ്റർ ടീസൽ കാണുന്നു. പക്ഷേ അത് ജോസഫ് അവിടെ കൺവിൻസ് ചെയ്യുന്നുണ്ട് അത് വേറെ ഏതോ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ സർ പീറ്റർ ടീസൽ അവിടെ നിന്ന് ഒരു അലമാരയിൽ ഒളിച്ചിരിക്കുന്നു. ചാൾസും ജോസഫും ലേഡി ടീസലിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ചാൾസും ലേഡി ടീസലുമായിട്ട് റിലേഷൻഷിപ്പിലാണെന്ന് ജോസഫും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ജോസഫിനോട് ചാൾസ് ചോദിക്കുന്നു. ജോസഫ് അവനെ ആ ഒരു സബ്ജക്റ്റിൽ നിന്നും ആ ടോപ്പിക്കിൽ നിന്നും പിന്തിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ചാൾസിന് മനസ്സിലാകുന്നില്ല. അതിനാൽ പീറ്റർ ടീസൽ മുറിയിൽ ഒളിച്ചിരിക്കുകയാണെന്നും ജോസഫ് നിശബ്ദമായിട്ട് അവനോട് പറയുന്നുണ്ട്. ചാൾസ് ഉടൻ തന്നെ സർ പീറ്റർ ടീസലിനെ പുറത്തേക്ക് വരാൻ അനുവദിക്കുകയും ഭാര്യയും താനും തമ്മിൽ എന്തോ ഉണ്ടെന്ന് വിശ്വസിച്ചതിന് പീറ്റർ മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ അവരുടെ സീക്രട്ട് ടോക്സ് ഒക്കെ കേട്ടപ്പോൾ മനസ്സിലായി ചാൾസും സർ പീറ്റർ ടീസലിൻ്റെ വൈഫായ ലേഡി ടീസലും തമ്മിൽ റിലേഷൻഷിപ്പ് താൻ ഉദ്ദേശിക്കുന്ന റിലേഷൻഷിപ്പ് ഒന്നുമില്ല എന്ന് സർ പീറ്റർ ടീസലിനെ ബോധ്യപ്പെടുന്നു. അതിനാൽ സർ പീറ്റർ ടീസൽ ചാൾസിനോട് സോറി ചോദിക്കുന്നുണ്ട്. ഈ സമയം ലേഡീസ് നിർവെൽ അവിടെ വന്നതായി സെർവൻറ്റ് വന്ന് പറയുകയാണ്. ഉടൻ തന്നെ ജോസഫ് പുറത്തു പോയി ലേഡീസ് നിർവെലിനെ ഉള്ളിലോട്ട് വരാതിരിക്കാനായിട്ട് തടയാനായിട്ട് പോകുന്നു. ഈ ടൈമിൽ സർ പീറ്റർ ടീസൽ ജസ്റ്റ് ഒരു കോമഡിക്ക് വേണ്ടി ചാൾസിനോട് പറയുന്നുണ്ട് ജോസഫ് ആരെയോ ഈ സ്ക്രീനിന് പുറകിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ആ സ്ക്രീൻ താഴോട്ട് വലിച്ചിടുമ്പോൾ സർ പീറ്റർ ടീസൽ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. അത് തൻ്റെ ഭാര്യയാണ്. ഇനി ലേഡി ടീസലിന് രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗവുമില്ല. എല്ലാം തുറന്നു പറയല്ലാതെ വേറെ ഒരു വഴിയില്ല. അങ്ങനെ ലേഡി ടീസൽ എല്ലാം കൺഫെസ് ചെയ്യുന്നുണ്ട്. ജോസഫിനെ കാണാനാണ് താൻ വന്നതെന്നും ജോസഫുമായി ഇഷ്ടത്തിലാണെന്നും ലേഡി ടീസൽ തുറന്നു പറയുന്നുണ്ട്. പക്ഷേ സർ പീറ്റർ ടീസൽ തനിക്ക് വേണ്ടി വലിയൊരു തുക നൽകാൻ ആഗ്രഹിക്കുന്നെന്ന് കണ്ടെത്തിയതിന് ശേഷം അവൾ ആ ഒരു ബന്ധം തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജോസഫുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ഇത് കണ്ട ജോസഫ് ലേഡി ടീസൽ എന്തിനാണ് തൻ്റെ റൂമിൽ വന്നതെന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സർ പീറ്റർ ടീസൽ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഈ സമയം സർ ഒലിവർ റൗലിയുമൊത്ത് ജോസഫിനെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ജോസഫിൻ്റെ പുവർ റിലേറ്റീവായ മിസ്റ്റർ സ്റ്റാൻലി ആയിട്ട് വേഷമിട്ടാണ് സർ ഒലിവർ ജോസഫിനെ കാണാൻ പോകുന്നത്. പക്ഷേ ജോസഫിൻ്റെ അങ്കിളായ ഒലിവർ വലിയൊരു തുക അയച്ചെങ്കിലും തൻ്റെ പക്കൽ പണമില്ലെന്ന് പറഞ്ഞ് സ്റ്റാൻലിയെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ ജോസഫ് തയ്യാറാവുന്നില്ല. സ്റ്റാൻലിയെ ഹെൽപ്പ് ചെയ്യാത്തതുകൊണ്ട് ഒലിവറിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒലിവർ തീരുമാനിക്കുകയാണ് ചാൾസ് നീയാണ് എൻ്റെ അവകാശി എന്ന് ഒലിവർ പ്രഖ്യാപിക്കുന്നുണ്ട്. മിസ്റ്റർ സ്റ്റാൻലി അതായത് ഒലിവർ പോയതിനു ശേഷം റൗലി തിരിച്ച് ജോസഫിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് അങ്കിൾ ഒലിവർ ടൗണിലെത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ജോസഫ് പെട്ടെന്ന് റൗലിയോട് ചോദിച്ചു മിസ്റ്റർ സ്റ്റാൻലിയെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു. പക്ഷേ റൗലി പറയുകയാണ് ഇനി അത് നടക്കില്ല. അപ്പോൾ ജോസഫ് അപ്സെറ്റ് ആവുന്നുണ്ട്. തനിക്കിത് നല്ല സമയമല്ല. എന്നാലും ജോസഫ് തൻ്റെ അങ്കിളിനെ കാണാനായിട്ട് എക്സൈറ്റഡ് ആവുന്നുണ്ട്. ഈ സമയം സർ പീറ്റർ ടീസൽ അവിടെയുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പ് പറയുന്നത് കേൾക്കുന്നുണ്ട് ലേഡി ടീസലിനെ കുറിച്ച്. ഇത് കേട്ട് ദേഷ്യം വന്ന പീറ്റർ ടീസൽ പറയുകയാണ് എല്ലാവരും ഇവിടെ നിന്ന് നിർത്തി പൊക്കോണം എന്നൊക്കെ ദേഷ്യത്തിൽ പറയുകയാണ്. ഇനി ഗോസിപ്സ് ഒന്നും ഇവിടെ വേണ്ട എന്നൊക്കെ സർ പീറ്റർ ടീസൽ പറയുകയാണ്.
ഫൈനലി ഒലിവർ സർ പീറ്റർ ഡീസലിനെ കണ്ടിട്ട് പറയുകയാണ് താൻ തൻ്റെ ബോത്ത് നെഫ്യൂസിനെ, അതായത് ചോൾസിനെയും ജോസഫിനെയും കണ്ടു, അവരെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി. എന്നിട്ട് പറയാണ് സർ പീറ്റർ ഡീസലിൻ്റെ സ്റ്റോറിയും ഒലിവർ കേട്ടു. എല്ലാവരും ഒരുമിച്ച് ഇന്ന് അവിടെ ഒരു കോമഡി ആയിട്ട് അങ്ങ് ചിരിക്കുകയാണ്. പക്ഷേ സർ പീറ്റർ ഡീസലിൻ്റെ ഉള്ളിൽ ശരിക്കും വിഷമമുണ്ട്. എല്ലാം ഇങ്ങനെയൊക്കെയായി, ഇനി ഈ ഗോസിപ്പ് എല്ലാം ഇനി അടുത്ത് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ കാണുമല്ലോ എന്നോർത്ത് സർ പീറ്റർ ഡീസൽ വിഷമിക്കുന്നുണ്ട്. ഒലിവർ അവിടെ നിന്ന് പോകുമ്പോൾ റൗലി സർ പീറ്റർ ഡീസലുമായിട്ട് ലേഡി ഡീസലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ റൂമേഴ്സ് ഉണ്ടായപ്പോൾ ലേഡി ഡീസൽ എന്തുമാത്രം സഫർ ചെയ്യുന്നുണ്ടാവും, ചെയ്തു പോയതൊക്കെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. എങ്ങനെയെങ്കിലും സർ പീറ്റർ ഡീസലിനെയും ലേഡി ഡീസലിനെയും വീണ്ടും ഒന്നിപ്പിക്കാനായിട്ട് റൗലി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം സർ പീറ്റർ ഡീസൽ സമ്മതിക്കുന്നുണ്ട്. ലേഡി ഡീസലുമായിട്ട് വീണ്ടും സംസാരിക്കാനായിട്ട് സർ പീറ്റർ ഡീസൽ സമ്മതിക്കുന്നു. ഈ സമയം ലേഡീസ് നെർവലും ജോസഫും മീറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ചോൾസിനെയും മെരിയെയും ബ്രേക്കപ്പ് ചെയ്യാനായിട്ട്. പക്ഷേ ഇനി അതൊന്നും നടക്കില്ല. സർ പീറ്റർ ഡീസലിന് ചോൾസിൻ്റെ സ്വഭാവമൊക്കെ ഇപ്പോൾ ക്ലിയർ ആയിട്ട് ബോധ്യമായി, നല്ലൊരാളാണെന്ന് മനസ്സിലായി. ഇനി സർ പീറ്റർ ഡീസൽ തന്നെ ചോൾസിനെ മരിയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കും, മുൻകൈ എടുത്ത് നിൽക്കും എന്നൊക്കെ ലേഡീസ് നെർവൽ ജോസഫിനോട് പറയുന്നു. ലേഡീസ് നെർവൽ ജോസഫിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ പ്ലോട്ടൊക്കെ നശിപ്പിച്ചതെന്ന്, പ്ലാൻ ചെയ്തതൊക്കെ കൊളമാക്കിയതിന് ലേഡീസ് നെർവൽ ജോസഫിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ജോസഫ് വീണ്ടും പറയുകയാണ്, സ്നേക്ക് നമ്മുടെ കൂടെയല്ലേ ഉള്ളത്, ഇനിയും ഒരുപാട് ലേറ്റ് ആയിട്ടില്ല, നമുക്ക് വേറെ പ്ലാനുമായിട്ട് നോക്കാം. ഈ സമയത്താണ് പുറത്താരോ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. ജോസഫ് വിചാരിക്കുകയാണ് ഇത് ചിലപ്പോൾ തൻ്റെ അങ്കിൾ ഒലിവർ ആയിരിക്കും. ജോസഫ് പോയി ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒലിവറാണ്, പക്ഷേ ഡിസ്ഗൈസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്, മിസ്റ്റർ സ്റ്റാൻലി ആയിട്ട്. അപ്പോൾ ജോസഫിന് മുന്നിൽ ജോസഫിന് കാണുന്നത് ഒലിവർ മിസ്റ്റർ സ്റ്റാൻലി ആയിട്ടാണ്. മിസ്റ്റർ സ്റ്റാൻലിയോട് പറയുകയാണ് എനിക്ക് സഹായിക്കാനായിട്ട് ക്യാഷ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചോൾസ് വരുമ്പോൾ ചോൾസ് വിചാരിക്കുന്നത് ചോൾസിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒലിവർ മിസ്റ്റർ പ്രീമിയം ആയിട്ടാണല്ലോ പോയത്. അപ്പോൾ ചോൾസ് വിചാരിക്കുകയാണ് ഒലിവർ മിസ്റ്റർ പ്രീമിയം ആണെന്ന് വിചാരിച്ചാണ് സംസാരിക്കുന്നത്. ചോൾസും ജോസഫും ഒലിവറിനെ എവിടെ നിന്ന് പറഞ്ഞേക്കാനായിട്ട് ശ്രമിക്കുന്നു. അവിടെ നിൽക്കുന്നവർക്കെല്ലാം ആകെ കൺഫ്യൂഷനായി. ഈ സമയം ഒലിവർ റിവീൽ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളുടെ അങ്കിൾ ഒലിവർ ആണെന്ന്. ജോസഫിനോടും ചോൾസിനോടും തുറന്നു പറയുന്നുണ്ട്. ഒലിവറിൻ്റെ തീരുമാനവും പറയുന്നുണ്ട്. തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം ചോൾസിനെ ഏൽപ്പിക്കാനാണ് ഒലിവറിൻ്റെ തീരുമാനമെന്നും പറയുന്നുണ്ട്. ഈ സമയത്ത് മരിയ വരുന്നു. പക്ഷേ എല്ലാവരും പറയുമ്പോൾ മരിയ ചോൾസിനെ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നില്ല. മരിയ ചോൾസിനെ കുറിച്ച് ഒരുപാട് റൂമേഴ്സൊക്കെ കേട്ടിരുന്നു. അപ്പോൾ സ്നേക്ക് സത്യം തുറന്നു പറയുകയാണ്. എല്ലാം സത്യവും അറിയുമ്പോൾ മരിയ ചോൾസിനെ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റോറി. അപ്പോൾ 18th സെഞ്ച്വറി ബ്രിട്ടീഷ് സൊസൈറ്റിയെക്കുറിച്ചാണ് ഈ ഒരു പ്ലേ കളിയാക്കി പറയുകയാണ്. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്ന, ഗോസിപ്പ് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കറപ്റ്റായ ആൾക്കാരെക്കുറിച്ചാണ് ഈ ഒരു പ്ലേയിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.